ഹായ് അസ്സലാമലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്ന് നമ്മൾ കുക്കറിൽ ഒരു കിടിലൻ മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഉണ്ടാക്കിയാൽ അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. മത്തി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മീനല്ലേ. അപ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കി. കിടിലനാണ് കേട്ടോ. അതിനിതാ ഞാൻ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല നെയ്യും പഞ്ഞിയൊക്കെ ഉള്ള നല്ല സൂപ്പർ മത്തിയാണ് കേട്ടോ. കറി വെച്ചാലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് അപ്പത്തിൽക്കും ചോറിൽക്കും എല്ലാത്തിൽക്കും ഈ ഒരു കറി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിതാ ഈ മത്തിയൊക്കെ നമ്മൾക്ക് ഇനി ഒന്ന് നല്ല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. മത്തി കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ ഞാനിവിടെ മത്തി എല്ലതും നല്ലപോലെ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഓരോ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം മസാല ഇതിൽ ഇങ്ങനെ പിടിക്കാനാണ് ഇങ്ങനെ ഇതുപോലെ ഓരോ വര ഇട്ട് കൊടുത്തിട്ടുള്ളത്. മസാല ഉണ്ടാക്കാൻ ഇതാ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ നമ്മൾ പൊടിക്കണ ആ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. ഞാൻ വലിയ വെളുത്തുള്ളിയാണ് ഒരു 8 എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 10-15 ഒക്കെ എടുക്കട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൊക്കെ ഇതിൽ ചേർക്കണം കേട്ടോ. കറിവേപ്പിലൊക്കെ ഇതിൽ എത്ര ഇട്ട് കൊടുക്കണം അത്രയും നല്ല നമുക്ക് ടേസ്റ്റ് കൂടും. നല്ല രുചിയൊക്കെ കൂടാൻ കറിവേപ്പിലൊക്കെ നമ്മൾ ധാരാളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 സ്പൂണ് വലിയ ജീരകമാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഈ മസാലയിലേക്കൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് 1/4 സ്പൂണ് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി പൗഡറാണ് കേട്ടോ ചേർത്തുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പൊടിയാണെങ്കിൽ 1/2 സ്പൂണൊക്കെ ചേർത്താൽ മതി. നമ്മളിതിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഈ കുരുമുളക് നല്ല എരിവുള്ളതുണ്ട്. നമ്മൾ കുരുമുളക് കൊണ്ടുവന്നിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ട് അത് ഇവിടെ പൊടിച്ചതാണ്. അപ്പോൾ നല്ല എരിവുള്ള പൊടിയാണ്. അതാണ് ഞാനിത് 1/2 സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണേ. അങ്ങനെ ഇതാ നമ്മൾ മസാല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിൻ്റെ ജാറിൽ നിന്ന് ഞാൻ ഇതിലേക്ക് ആക്കിയതാണ് കേട്ടോ. ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളിത് മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും മീനിൻ്റെ ആ ഒരു വയറൊക്കെ പൊളിച്ചെടുക്കുന്ന ആ ഒരു ഭാഗമില്ലേ, തലേൻ്റെ ഭാഗം എല്ലായിടത്തും ആക്കി കൊടുക്കണം. ഈ കുരുമുളകും മുളക് പൊടിയും പച്ചമുളകൊക്കെ അരച്ചതാണല്ലോ. കൈക്ക് നീറ്റലോ അങ്ങനെയൊക്കെ അനുഭവം ഉള്ളവർ ആണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ മതിയേ. ഇപ്പോൾ ഇതാ ഞാൻ ഇതിങ്ങനെ എല്ലാ മീനിലും ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഈ മസാലയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത് നല്ല പോലെ തന്നെ ഈ മീനിലൊക്കെ ഞാനിത് തേച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ നമ്മൾക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കേട്ടോ. 10-15 മിനിറ്റ് നമ്മൾ എന്തായാലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാലയൊക്കെ മത്തിയിലൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടാനാണ്. കുറേ പേർക്കൊന്നും ഇത് ഇഷ്ടമുണ്ടാകില്ല. മത്തിയല്ലേ എന്നോട് കുറേ മുന്നേ ഞാനിതുപോലെ 2 റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കർ മത്തീൻ്റെ കേട്ടോ. അതും നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അന്ന് എന്നോട് പറഞ്ഞു, ഇജ്ജ് എന്താ അവളെ ഈ മത്തിൻ്റെതൊക്കെ ഇങ്ങനെ ചെയ്യണത്, വേറെ എന്തെങ്കിലും നല്ല വലിയ മീനൊക്കെ ചെയ്യണ്ടേ, മത്തിയൊക്കെയാണോ ഇപ്പോൾ വീഡിയോ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിഹസിക്കണവർ ഇതൊന്ന് ഒരിക്കലൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് പിന്നെ പരിഹാസം പറയട്ടോ. എങ്ങനെയാണ് ഇത് ടേസ്റ്റ് എന്താണെന്നുള്ളത് നോക്കിയിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ കുക്കർ ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ. ഒരു 5-10 ചെറിയ ഉള്ളി നല്ല വലുത് തന്നെയാണ് കേട്ടോ. ഞാനിതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൽ എത്രയും കറിവേപ്പില ഇട്ട് കൊടുക്കുക അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു സവാള എടുത്തിട്ട് ഞാൻ ഇതുപോലെ കനം കുറഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് ഞാനിതാ ഒരു സവാളയാണ്. ഒരു വലിയ സവാള ഒന്നുമില്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഉണ്ട്. അതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അത് കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി സവാളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. നമ്മൾക്കിത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ മത്തിയിൽ മസാല തേക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടതാണല്ലോ. അപ്പോൾ ഇനി ഇതിൽ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മളെ സവാളൊക്കെ ഒന്ന് നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ഇതാ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇനി സവാളൻ്റെ മീതെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. നല്ല വലിയ തക്കാളി ഒന്നും വേണ്ട. നമ്മൾ പുളിയൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്, അപ്പോൾ പുളി കൂടിപ്പോകും. അപ്പോൾ തക്കാളി ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മീതെ നമ്മൾ മസാല തേച്ച് വെച്ച മത്തി ഉണ്ടല്ലോ, ആ മത്തി നമ്മൾക്ക് ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ മസാല തേച്ച് വെച്ച് നമ്മൾ മത്തിക്കുട്ടന്മാരെ ഓരോന്നോരോന്ന് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നമ്മൾ അടുക്കി വെച്ച് കൊടുക്കണം. എല്ലാതും കൂടി അങ്ങനെ ഇടരുത്, കുഴഞ്ഞു പോകും. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് മത്തി നമ്മൾക്ക് കറിയിൽ മത്തി ഉടയാതെ കിട്ടും കേട്ടോ, നല്ലതായിട്ട് തന്നെ കിട്ടും. ഈ ഒരു ടൈമിൽ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ല കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇനി ഇതാ എല്ലാ മത്തിയും ഞാനിതാ അവിടെ ഇതിലിങ്ങനെ നിരത്തി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മസാല തേച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മസാല തേച്ച് വെച്ച ഒരു പാത്രം ഉണ്ടായിരുന്നില്ല, അതിൽ മുളകിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, അഥവാ ഒരു ഇതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, കൂടുതൽ പുളി വേണ്ട. നമ്മളെ മത്തിയിലേക്ക് നമുക്ക് എത്ര പുളി വേണം, ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരുന്നത്. ആ ഒരു പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതാ കുറച്ചുകൂടി കറിവേപ്പില, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ഒരു കറിയിലേക്ക് നമ്മൾക്ക് എത്രയും കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉലുവ കൂടി ഞാൻ ഇതിൻ്റെ മീതെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് അടച്ച് വെക്കുന്നുണ്ട്. ഒരു വിസിൽ മാത്രം കേട്ടോ, ഒരു ഒറ്റ വിസിൽ മാത്രം അടിച്ചിട്ട് നമ്മൾക്ക് ഇത് ഓഫാക്കിയിടാം. ഇതാ ഞാനിത് കുക്കറൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൽ എയറെല്ലാം പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മത്തിക്കറി അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ കുക്കർ മത്തി ഇത് കണ്ടില്ലേ, അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. ആ സ്മെല്ല് കേട്ടിട്ട് നമ്മൾക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം, അത്രയും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മത്തി കണ്ടില്ല, മത്തി ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാൻ ഇതിൻ്റെ മുന്നേ ഇതുപോലെ 2 വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കുക്കർ മത്തിൻ്റെ. അതും പിന്നെ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് എന്നിട്ട് എൻ്റെ ഫാമിലിയിൽ ഇതുപോലെ അവർക്ക് ഇഷ്ടമായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കുമെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ അത് നമ്മളെ കിടിലെ മത്തിക്കറി, കുക്കർ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായാൽ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.